ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Thunder Kitchen Recipes. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കപ്പ നമ്മൾ പുഴുക്കുണ്ടാക്കും, അത് മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കുകയും ചെയ്യും. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കപ്പ പെപ്പർ റോസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കഴിക്കും തോറും നമുക്കിത് കഴിക്കാനുള്ള ആർത്തി കൂടുകയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇതിലേക്ക് ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് 4 കീറി ഇതിലേക്ക് ചേർക്കുക. എരിവിനുള്ള പച്ചമുളകാണ്, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഒരു മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പൊടിയായി ചോപ്പ് ചെയ്ത സവാള ചേർക്കാം. 2 വലിയ സവാളയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിത് വഴറ്റാം, അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വഴന്ന് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുത്ത് സവാളയൊക്കെ നന്നായിട്ട് നിറം മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം. സവാളയുടെ നിറമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂത്ത മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂക്കുമ്പോൾ നല്ല മണം വരും. ആ സമയം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുരുമുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം വളരെ കുറച്ചാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പ ഞാൻ വേവിച്ചെടുത്തതാണ്, ഉപ്പിട്ട് വേവിച്ച കപ്പയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ലൂസായിട്ടുള്ളത് വേണമെങ്കിൽ ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഗ്രേവി നന്നായിട്ട് തിളക്കുമ്പോഴേക്കും കപ്പ ചേർക്കാം. ഞാൻ ഉപ്പിട്ട് വേവിച്ച കപ്പയാണിത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അധികം അങ്ങോട്ട് വെന്തുടഞ്ഞു പോവാതെ വേവിച്ചെടുത്തതാണ്. ഈ കപ്പ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലൂസായ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും കപ്പ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് കപ്പയിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പയുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റാണ് ഇതിന് കൂടുതലായിട്ട് നിൽക്കുന്നത്. വളരെ നല്ല ടേസ്റ്റാണത്. പിന്നെ ഇത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം നേരത്തെ മസാലയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താൽ കുറച്ച് ഗ്രേവി കുറുകിയ രൂപത്തിൽ കിട്ടും. ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കോരി ഓരോ കഷ്ണം കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ്. അവസാനം നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി തൂവിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൽ പുതിന ഇല ഒന്നും ചേർക്കാറില്ല. ഇതിങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത്. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കപ്പ പെപ്പർ റോസ്റ്റാണിത്. ഉച്ചയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിളും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.